The summary of pulling down stronghold. രത്നച്ചുരുക്കം. ദുഷ്ടൻ്റെ തന്ത്രങ്ങളെ അടിച്ചു മാറ്റുന്ന രത്നച്ചുരുക്കമാണ് പറയാമെന്ന്. ഈ ദിവസങ്ങളിൽ ഇത്രയും ദിവസങ്ങളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ നാവിന്മേലാണ് ജീവനും മരണവും ഇരിക്കുന്നതെന്നും നമ്മൾ ക്രിസ്തുവിലായി കഴിയുമ്പോൾ, നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലാകുമ്പോൾ നമ്മുടെ സംസാരം മാറും, നമ്മുടെ രീതി മാറും, നമ്മുടെ ചിന്താഗതി മാറും. നമ്മൾ ഇനി മുതൽ പാപി മഹാപാപി എന്ന് പറയുന്നതിന് പകരം കർത്താവിൻ്റെ മകളെന്ന് പറയാം, അല്ലെ മകനെന്ന് പറയാനുള്ള അവകാശം എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങും. ഇപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നമ്മളൊക്കെ അറിയാം, അയ്യോ അടിയനാണ്, മഹാഭാവിയാണ്, പാപിയാണ് എന്നൊക്കെ പറയുന്നത് ഒരു കണക്ക് വിനയത്തിൻ്റെ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നെങ്കിലും അതിനകത്തൊരു കളിയുണ്ട് പിശാചിൻ്റെ. ഞാൻ മകളാണ് കർത്താവേ, മകൾ അപ്പനെ വിളിക്കുന്ന പോലെ. എനിക്കറിയാവുന്ന ഒരാളുണ്ട്, പുള്ളിക്കാരൻ എപ്പം അപ്പ 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 എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. അല്ല, മറ്റുള്ളവർക്കൊക്കെ ഒരു കളിയാക്കായിരുന്നു. അപ്പ എന്ന് വിളിക്കുന്ന ആ ഒരു മനുഷ്യൻ്റെ വിനയം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പനാകുന്ന എനിക്കൊരു നല്ല അപ്പനുണ്ടെന്ന് അറിഞ്ഞിട്ടും അപ്പനെന്ന് വിളിക്കാൻ ഈ അപ്പനും അമ്മയും അപ്പനും മക്കളും കൂടെ അകന്ന് നിൽക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ഈ അപ്പൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം മക്കൾ തിരിച്ചു വരുമ്പോൾ, ഈ അമ്മമാരുടെ ദുഷ്ടത കൊണ്ട് മക്കൾ മാറിപ്പോയി അപ്പനിൽ നിന്ന്. ഉള്ള നുണയെല്ലാം പറഞ്ഞ് അപ്പനെ അഴുക്കാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം അവരുടെ കാര്യസ്ഥാനത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അല്ലാത്തതും കാണും, പക്ഷേ മെനി ഓഫ് ദ ടൈം ഐ സീ ദാറ്റ്. അപ്പം അപ്പനെ വെറുദ്വേഷിപ്പിച്ചിട്ട് വേണം ഇവർക്ക് സ്നേഹം, കാരണം ദൈവത്തിൻ്റെ സ്നേഹമില്ല. പക്ഷേ ഈ അപ്പൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തുവാ? എൻ്റെ മക്കൾ എന്നെ അപ്പ എന്ന് വിളിക്കുന്നത് കേൾക്കാൻ. ഡാഡി, പപ്പ, അല്ലെ മമ്മി, അമ്മ എന്നൊക്കെ അവർ മക്കൾ വിളിക്കുന്നത് കേൾക്കുമ്പോൾ അതിനൊരു പ്രത്യേകതയില്ലേ? അത് വെളുപ്പിക്കാതിരിക്കുന്ന ദുഷ്ടൻ്റെ തല തെറിച്ചു പോകട്ടെ. പുള്ളിങ് ഡൗൺ സ്ട്രോങ് ഹോൾഡ്. എൻ്റെ തന്ത്രം തീർന്നിരിക്കുന്നു. എൻ്റെ ആടപ്പൂരിക തന്നെയല്ല, ഈ മല അതിൻ്റെ വേരോടെ പറഞ്ഞ് അഗാധ സമുദ്രത്തിൽ വീഴുന്ന ശബ്ദം ഞാൻ കേൾക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ കർത്താവ് പറഞ്ഞ അടിപ്പിണരുകൾ സൗഖ്യം തന്നു, രോഗി സൗഖ്യം തന്നെന്ന് യേശു പറഞ്ഞതിന് തെറ്റത്തില്ല, അത് തെറ്റല്ല, സത്യം, അബ്സല്യൂട്ട് ട്രൂത്താണ്. പക്ഷേ എനിക്കെന്താ ഈ രോഗം? അത് പ്രാർത്ഥിച്ച് അങ്ങോട്ട് കഴിയുന്നുണ്ട്. ഈ കർത്താവേ എനിക്ക് ഇച്ചിരി വേദന ഇവിടെയുണ്ട്. ഇല്ല, എൻ്റെ മേലുള്ള രോഗം അഴിഞ്ഞുപോയി എന്ന് പറയാനുള്ള ആത്മാവ് എന്നാണ് വിശ്വാസം. അത് വിശ്വസിക്കുന്നവർക്ക് കിട്ടുമെന്ന്, അത് പാടല്ലെന്നേ, അത് സംഭവിക്കുന്നുണ്ടെന്നേ. അത് ഇന്നും സംഭവിച്ച് മരണത്തിൽ നിന്ന് ജീവിച്ചിട്ടുള്ള എത്ര പേരുടെ സാക്ഷ്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നു? അതൊന്നും കേൾക്കാതെ ഈ അവതാ പറയുന്നവരുടെ കൂടെ പോയിരുന്ന എങ്ങനെയാണ്? കന്നി എന്നാ കന്നും കൂട്ടി കയറുമെന്ന് പറഞ്ഞ പോലെ. നീ നിൽക്കേണ്ടത് അടിമത്വത്തിലാണെങ്കിൽ നിനക്കൊന്നും കിട്ടത്തില്ല. നീക്ക് അടിമയെന്ന നാമം നൽകി പുത്രത്വത്തിന് അവകാശം. ഈ അവകാശം തന്നിട്ട് ടൈറ്റിൽ ഡീഡുണ്ട്, ദിവസം എല്ലാ വീടുകളിലും ഇപ്പോൾ ഉണ്ട്, എത്ര എണ്ണം വേണേലും ഉണ്ട്. പക്ഷേ എന്താണെന്ന് അറിയാൻ വയ്യാതെ നിൻ്റെ അവകാശം അറിയുന്നില്ല, പിന്നെ എന്തിനാ ഈ ബുക്ക് കൊണ്ട് നടക്കുന്നത്? ഇതെൻ്റെ വിൽപ്പത്രമാണ്, എനിക്കിതിനകത്ത് സകല അവകാശം തന്നിരിക്കുകയാണ്, എടുത്തു വാങ്ങിച്ച് ഉപയോഗിക്കുവേൻ. അത് ഫോഴ്സ്ഫുൾ ഗ്രിപ്പാണ്. അതായത് ഐ ആം റിസോൾവ് ടു സേ വാട്ട് ഗോഡ് ഹാസ് സെഡ്. ഐ ആം റിസോൾവ് ടു സേ ദാറ്റ് ഗോഡ് ഹാസ് സെഡ്. ഐ ആം റിസോൾവ് ടു സേ ദാറ്റ് അവർ ഫാമിലി ഈസ് യുണൈറ്റഡ് ഇൻ ഹിസ് ലവ്. അതായത് ക്രിസ്തു എന്നിൽ വന്നതിനാൽ ഞാൻ ദൈവത്തിൻ്റെ വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചിട്ട് ദൈവം പറയുന്നത് മാത്രമേ പറയത്തുള്ളൂ. ദൈവം എനിക്ക് സൗഖ്യം തന്നെങ്കിൽ ഏത് വൈദ്യനാണ് എനിക്ക് സൗഖ്യമില്ലെന്ന് പറയുന്നത്? വലിയ വൈദ്യൻ പറഞ്ഞു സൗഖ്യം തന്നു പറയണം. എൻ്റെ കുടുംബം ദൈവസ്നേഹത്തിൽ ഉറച്ചു നിൽക്കുന്നു, ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുക. അത് കഴിഞ്ഞേച്ച് പ്രാർത്ഥിക്കാൻ നേരത്തെ അയ്യോ പാപിയാണ്, എനിക്ക് പുഴുവാണ്, ഇങ്ങനെ പ്രാർത്ഥിച്ച് നീ മുമ്പേ പറഞ്ഞത് നീ തന്നെ നെഗേറ്റ് ചെയ്തു. നെഗേറ്റ് വെച്ച് നള്ളിഫൈ ചെയ്തു. കോടതിയിലൊരു വിധി വിധി തന്നിരിക്കുന്നു. ഒരു പ്രോപ്പർട്ടി, 1 ഏക്കർ സ്ഥലം, അത് 4ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് ദൈവം മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞു. ഒരാൾക്ക് വേണ്ടാന്ന് പറഞ്ഞ് വന്നെടുത്തില്ല, അത് അവിടെ കിടക്കത്തേ ഉള്ളൂ, ആരും ഉപയോഗിക്കത്തില്ല. യു ലോസ്റ്റ് ഇറ്റ്. ആർക്ക് നഷ്ടപ്പെട്ടു? നിനക്ക് നഷ്ടപ്പെട്ടു. ആവശ്യമുള്ളവനെന്ന് എടുത്തുകൊണ്ട് പോകും. അങ്ങനെ തന്നെയാണ് ആത്മീയ ഗോളം. ദൈവം എന്നും അനുഗ്രഹം തന്നു വെച്ചിരിക്കുക, നിൻ്റെ മുമ്പിൽ പുസ്തകം തുറന്നു വെച്ചിരിക്കുക. അങ്ങനെ തന്നെ ഞാൻ പറയുന്നത്. നിനക്കുള്ളത് നീ എടുക്കുന്നില്ല എങ്കിൽ കഷ്ടം. അതുകൊണ്ട് ദൈവം പറഞ്ഞു എൻ്റെ ജനം ആത്മാവിൻ്റെ അകത്തിനാണ് നശിച്ചു പോകുന്നു. അപ്പോൾ ഈ ദൈവത്തോടുള്ള ബലം ഈ മാലാഖിയുടെ പുസ്തകത്തിൽ 3:16 പറയുന്നുണ്ട്. ഞാനീ പറയുന്ന എല്ലാം ജീവപുസ്തകത്തിൽ ഉടനെ തന്നെ എഴുതും. വിശുദ്ധന്മാർ തമ്മിൽ സംസാരിച്ചു, ദൈവം ശ്രദ്ധ വെച്ച് കേട്ടു. അപ്പച്ചൻ്റെ ആത്മാവിൽ നമ്മൾ പറയാൻ തുടങ്ങുന്നതാണ് 5 സത്യങ്ങളാണ് ഞാൻ പഠിപ്പിച്ചത്. 5 സത്യങ്ങൾ. 1,
എന്തൊക്കെയാണ് ആത്മാവിൽ ദൈവത്തിൻ്റെ വചനത്തിന് അടിസ്ഥാനമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചെടുക്കേണ്ടത്? 5 ട്രൂത്ത്സ്, ഇത് ട്രാൻസ്ഫോർമേറ്റീവ് ട്രൂത്ത്സ് ആണ്. നമ്മുടെ എങ്ങനെയാണ് ഇത് പ്രാപിച്ചെടുക്കേണ്ടത്? ഒന്ന്, യുവർ മൗത്ത് ഈസ് ദ സ്പിരിച്വൽ സ്റ്റിയറിംഗ് വീൽ. ഒന്ന്, നിൻ്റെ വായാണ് നിൻ്റെ ആത്മീകമായ ചുക്കാൻ. ഇതാ അറിഞ്ഞിരിക്കണം. എവ്രി വേർഡ് ഐ സ്പീക്ക് ഈസ് ഡിറക്റ്റിംഗ് എ സെറ്റ് ഓഫ് കോഴ്സ് ടുവേർഡ്സ് മീ. അത് ഞാൻ പറയുന്ന ഓരോ വാക്കും എൻ്റെ മുൻപിൽ വഴിയൊരുക്കുകയാണ്. ജീവനും മരണവും സദൃശവാക്യം 18:21. ഇതെൻ്റെ വായിന്മേലുണ്ട്, എൻ്റെ നാവിന്മേലുണ്ട്. ഇത് ഞാൻ പറയുന്ന വഴിക്ക് ഇത് പോകും. അത് ഇങ്ങോട്ടാ പോകുന്നെങ്കിൽ നീ ഡിച്ച് ചെന്ന് വീഴും, കുഴിയിൽ തന്നെ വീഴും. ഇല്ല, ഞാൻ പറയുന്നത് നീ തിരിച്ച് നേരെ വാ കുഞ്ഞ്. അത്രയേ ഉള്ളൂ. അതാണ് ആദ്യത്തെ ട്രാൻസ്ഫോർമേറ്റീവ് ട്രൂത്ത് എന്ന് പറയുന്നത്. ഈ സത്യം അറിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് വ്യത്യാസം വന്നു. ഞാൻ മാറി, എന്നിൽ രൂപം മാറുകയാണ്. എൻ്റെ അകത്തെ മനുഷ്യൻ പുഷ്ടി പ്രാപിക്കുകയാണ്. ഇത് ആത്മാവിൽ എന്ന് പറയുമ്പോൾ, ഞാൻ പറയുമ്പോൾ ഇത് നടക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ. ശക്തമായിട്ട് ആത്മാവ് പ്രവർത്തിക്കുകയാണ്. അപ്പം നമ്മൾ ജീവനെ തിരഞ്ഞെടുക്കാനുള്ള കൃപ വരണമെങ്കിൽ വേദപുസ്തകം അറിയണം. ഒത്തിരി പൈസ ഉണ്ടാക്കാൻ വേണ്ടി രാവിലെ തൊട്ട് കഷ്ടപ്പെട്ട് രാത്രി വരെ കിടക്കുന്നതിനകത്ത് അല്ലെന്നേ കാര്യം. അവൻ നമുക്ക് മുമ്പിൽ കൊണ്ടുവന്ന് ദൈവം തന്നെ മക്കൾക്ക് അവൻ്റെ ഉറക്കത്തിൽ പോലും കൊടുക്കുന്ന സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. പിന്നെ ആവശ്യമില്ലാത്തവർക്ക് ഇല്ല എൻ്റെ കഴിവുകൊണ്ടാണ് നേടുന്നതെന്ന് പറയേണ്ടിയവർക്ക് നീ കുറച്ചുകൂടെ കൂടെ പരിശ്രമിച്ചിട്ട് പിന്നെ ദൈവത്തിലേക്ക് കടന്നു. അല്ല, ഇപ്പം രണ്ടാമത്തേത്, മലയോട് വിശ്വസിച്ചുകൊണ്ട് മാറാൻ പറയുന്ന ആ സത്യം. ദിസ് ഈസ് റിയൽ ആൻഡ് ആക്റ്റീവാണ്. ബിലീവ് ഇൻ ദ ഹാർട്ട് ആൻഡ് കൺഫസ് വിത്ത് യുവർ മൗത്ത്. ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിച്ചിട്ട് ഈ മല മാറിപ്പോകുക എന്ന് പറഞ്ഞാൽ മാറിയിരിക്കും. മല മാറേ എന്ന് പറയുമ്പം ഈ അടിതട്ട് തൊട്ട് ഇത് ഇളകിയിരിക്കുകയായിരുന്നു. കാരണം പല പ്രാവശ്യം ഇതിപ്പം പോകെ എന്ന് പറയുമ്പം പിന്നെ ദൈവദൂതന്മാർ, എബ്രായ ലേഖനം 1:14 പറയുന്നത്, സേവകാത്മാക്കൾ ദൈവദൂതന്മാർ ഞാൻ പറയുന്നത് വരെ വെയിറ്റ് ചെയ്യും. ഇപ്പം പറഞ്ഞു കൊണ്ടുപോ, ഈ മലയാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്, അതെടുത്ത് അത് പോയെന്ന് സമുദ്രത്തിൽ വീണ് കഴിഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ പോയിൻ്റ്, നമ്മൾ ബിലീവ് ചെയ്യണം. ഹൃദയത്തിൽ വിശ്വസിച്ചിട്ട് ഈ മലയോട് മാറേ എന്ന് പറയുമ്പോൾ മാറുന്നതായിട്ട് ഹൃദയം കൊണ്ട് കാണണം. അതാണ് ആ സത്യം മനസ്സിലാകും. മൂന്നാമത്തേത്, ദ സ്ട്രോങ് കൺഫെഷൻ ഈസ് ക്യാൻസൽഡ് ബൈ വീക്ക് കൺഫെഷൻ. അതായത് ഞാൻ രക്ഷിക്കപ്പെട്ടു, അല്ല ഞാൻ സൗഖ്യമായി, എൻ്റെ കടബാധ്യം മാറിയിരിക്കുന്നു, ദൈവം പറഞ്ഞത് ഞാൻ ഏറ്റുപറയുമ്പോൾ അതിന് വിപരീതമായിട്ട് രാവിലെ ഏതാണ്ട് ബാങ്കുകാർ വന്നിരിക്കുന്നു ജപ്തി ചെയ്യാൻ. എന്ത് ചെയ്യും? യു ഹാവ് ടു കൺഫസ്. യു ഓൾവേസ് ഗെറ്റ്. അപ്പോഴത്തേക്ക് നമ്മൾ ഇതിൽ പേടിക്കുകയാണ്. കാരണം അവർ അതിന് മുമ്പേ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചാൽ അവരെ വിടാതിരിക്കാൻ ദൈവത്തിനറിയാം. സമയം കർത്താവ് ഒരു സമയം തരാം. അതിൻ്റെ ഇടയ്ക്ക് കർത്താവ് മറിച്ചിട്ട് എങ്ങനെയെങ്കിലും അത് ഒരു അങ്ങനെ എത്രയോ പേര് ജീവിതത്തിൽ ഇന്നും ജീവിക്കുന്നുണ്ട്. കടബാധ്യമുള്ള എല്ലാവരും സൂയിസൈഡ് ചെയ്യുകയാണോ? അല്ലല്ലോ. അപ്പോൾ സ്ട്രോങ് കൺഫെഷൻ ആയിരിക്കണം. 4, Satan flood your circumstances with negative thoughts. അതായത് പിശാചിൻ്റെ ഏക ജോലി ദൈവം പറഞ്ഞതിന് വിപരീതമായ ചിന്തകൾ ഇടുക, ബൊമ്പാടി ചെയ്യും തോട്ട്സ് കൊണ്ട്. അങ്ങനെയുള്ള കൂട്ടുകാർ വേണ്ട, അങ്ങനെയുള്ള പ്രാർത്ഥന വേണ്ട, അങ്ങനെയുള്ള ഒരുത്തരും വേണ്ട നമുക്ക്. കർത്താവ് ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ ഞാനും എൻ്റെ കർത്താവിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയും നാട്ട് ഒറ്റ ഉടക്കാണ്, വേറെ ഒറ്റ ഒരുത്തരും അവിടെ വരത്തില്ല. ഈ വഴി ഇപ്പം നിരപ്പാക്കുകയായിരുന്നു ഞാൻ ചെയ്തത്. അതാണ് 4. 5, സ്പീക്ക് ആക്യുറേറ്റ്ലി അലൈൻ ടു ദ കവനൻറ്റ്. അതായത് ദൈവവചനത്തോട് ചേർന്ന് നിന്ന് അധികാരത്തോടെ സംസാരിക്കണം. ചൂസ് 1 വേർഡ്, ഒരു വചനം എടുത്തിട്ട് അത് പറയണം, അത് മാനിഫെസ്റ്റ് ചെയ്യണം. അതാണ് ഞങ്ങൾ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിപ്പം കർത്താവ് പറയുന്നത്. ഈ കിങ് എസെക്കിയ എന്ന് പറയുന്ന രാജാവ് യെശയ്യാ 38:17 അതാ ഞാൻ നിനക്ക് 15 വർഷം കൂടെ നീട്ടി തന്നിരിക്കുന്നു. ജോഷുവ പറഞ്ഞോലെ ഈ പ്രശ്നം തീരുന്നിടം വരെ സൂര്യനെ നീ അവിടെ നിൽക്കുകയാണ് അവിടെ. നിങ്ങൾ ചെയ്തെടുത്തോന്ന് ഇതിൻ്റെ ഇടയ്ക്ക്. പിന്നെ കർത്താവ് പറയുന്നത്, ഈ കർത്താവ് ഇന്ന് കണ്ട മിസ്രൈമിനെ നീ ഇനി കാണുകയില്ല. പിന്നെ ഞങ്ങളോട് കർത്താവ് സങ്കീർത്തനം 70 എടുത്ത് വായിക്കാൻ പറഞ്ഞു. 70ൻ്റെ ഉത്തരം 70:7 തരികയും ചെയ്തു. 70-ാം സങ്കീർത്തനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്, കർത്താവെ താമസിക്കരുതേ, ഓടി വന്ന് സഹായിക്കണേ. അത് വായിക്കുകയാണ്. ദൈവമേ എന്നെ വിടുവിപ്പാൻ, യഹോവേ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ചു നോക്കട്ടെ. അതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് പറയുന്നത്, ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു. അത് നമുക്കിപ്പോൾ അപ്ലൈ ചെയ്യത്തില്ല, ബിക്കോസ് ഞാൻ ദൈവത്തിൻ്റെ മകളായി. പഴയ നിയമത്തിൽ നിന്ന് വ്യത്യാസം ഇതാണ്. പഴയ നിയമം എപ്പോഴും അങ്ങ് ദരിദ്രൻ ദാസനാണ്. ദാസൻ്റെ അവസ്ഥയാണ് പഴയ നിയമത്തിൽ എല്ലാവർക്കും, തോഴൻ്റെ അവസ്ഥ കേട്ടോ. അതുകൊണ്ട് എപ്പോഴും അത് കാണും. നമ്മളതങ്ങ് ഏറ്റു പറയുന്തോളും നമ്മൾ വിചാരിക്കും വിനയമാണ്. അല്ല, അത് മാറ്റി, ദാസൻ്റെ രൂപം മാറ്റി പുത്രത്വം ആക്കി.
അതുകൊണ്ടാണ് ഇപ്പോൾ അത് വായിപ്പിച്ചത്. പിന്നെ ദൈവമേ നീ വേഗം വരണമേ, നീ തന്നെ എൻ്റെ സഹായം, എന്നെ വിടുവിക്കുന്നതിനാകും. ഇത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ കർത്താവുന്ന ഉത്തരമാണ് സങ്കീർത്തനം 71:7. ഞാൻ പലർക്കും ഒരത്ഭുതമായിരിക്കുന്നു, നീ എൻ്റെ ബലമുള്ള സങ്കേതമാകുന്നു. ആയില്ലേ, ഞാനൊരത്ഭുതമാണെന്നേ പറ, ഞാനൊരത്ഭുതമാണ്. അതായത് ഇത് പറഞ്ഞപ്പം എന്നോട് ഞങ്ങളുടെ കൂടെ തന്നെ ഗ്രൂപ്പിലുള്ളവർ മരിക്കാറായിട്ടുള്ള പലരും അവർ ജീവിച്ച വിവരങ്ങളും ഒക്കെ അവർ ഓരോന്നൊരു പറയാൻ തുടങ്ങി. നമ്മൾ ആ തിരശീല മാറ്റി കൊടുക്കുകയാണ്, അവരുടെ കണ്ണിൻ്റെ മുമ്പിലുള്ള അന്ധത മാറി. അപ്പോൾ നമ്മൾ വേണം കണ്ണിൻ്റെ കൃഷ്ണമണിയെ ദൈവം തൊടാൻ അനുവദിക്കത്തില്ല. കണ്ണിൻ്റെ കൃഷ്ണമണിയല്ലേ നമ്മൾ. അപ്പോൾ നമുക്ക് നമ്മുടെ മക്കൾ എന്നാണെങ്കിലും കണ്ണിൻ്റെ കൃഷ്ണമണിയല്ലേ, നമ്മൾ യേശുവിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയല്ലേ. പിതാവ് നമ്മളെ നോക്കുന്നത്, പിതാവ് അവിടെ ഇരിക്കുമ്പോൾ പിതാവ് പുത്രനോട് പറഞ്ഞു മുഴുവൻ അധികാരം കൊടുത്തിരിക്കുക, എൻ്റെ ജനതയെ രക്ഷിക്കുക. ആകാശവും ഭൂമിയെ ഇറക്കി ദൈവം നമ്മുടെ കൂടെ വന്നിരിക്കുക, പ്രാപിച്ചെടുക്കുക. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് നമുക്ക് എൻ്റെ നാവാണ് സ്റ്റിയറിംഗ് വീല്. അത് ഏത് സൈഡിലോട്ട് വണ്ടി തിരിക്കണമെന്ന് അത് ഒരു കപ്പലിൻ്റെ ചുക്കാൻ പോലെ തന്നെയാണ്. നീ നദിയിലാണെങ്കിലും അത് കരയ്ക്ക് കൊണ്ടുപോകുന്ന ഡിറക്ഷൻ ദൈവത്തിനറിയാം. ഈ നദിയുടെ ഓളമൊന്നും കണ്ട് നീ പേടിക്കണ്ട, കർത്താവ് കൂടെ ഉണ്ട്, കർത്താവ് പടകിനകത്തുണ്ട് എന്ന് ഓർക്കണം. ശിഷ്യന്മാർ പേടിച്ച് ഒരു കരയിൽ ഇപ്പം ശിഷ്യന്മാർക്ക് വെള്ളത്തെക്കുറിച്ച് പരിചയമുള്ളവരാണ്, മീൻപിടുത്തക്കാരാ. ഒരു ചാകുമെന്ന് പേടിച്ചപ്പോൾ യേശു നടന്നു വരുന്നു. അപ്പോൾ പത്രോസ് പോലും വിചാരിച്ചു ഭൂതമാണെന്ന്. ഇതല്ലേ നമ്മുടെയും ജീവിതം. ഇതൊക്കെ നമ്മുടെ അന്ധതയാണ്. അതൊക്കെ പരിശുദ്ധാത്മാ വരുന്നതിന് മുമ്പാണ് പത്രോസിന് അബദ്ധം പറ്റിയത്. പക്ഷെ പരിശുദ്ധാത്മാ വന്നു കഴിഞ്ഞപ്പോൾ ഈ പത്രോസാണ് അധികാരത്തോടെ നിന്ന് പെന്തക്കോസ്തിൽ ഒരു വചനം പറഞ്ഞു. അത് 3000 പേര് രക്ഷിക്കപ്പെട്ട് യേശുവിൻ്റെ സഭ സ്ഥാപിച്ചു. അപ്പോൾ ഇന്ന് നീ വീണെന്നും കണ്ട് പേടിക്കണ്ട, നാളെ ഉയർത്തെഴുന്നേറ്റവനെ പോലെ പ്രവർത്തിക്കാൻ സമയമായെന്ന്. നമ്മൾ എന്ന് ഈ വീണ് കിടക്കുന്ന അവസ്ഥയിൽ നിന്നൊന്ന് എഴുന്നേക്കാമോ ദയവ് ചെയ്ത്. പലരും ഉണ്ട് ഈ രോഗികൾ കിടക്കുന്നവർ, ഇവൻ്റെ ലങ്സ് പോലും, നമ്മുടെ ലങ്സ് പോലും ആർട്ടിഫിഷ്യൽ മെഷീനിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ലങ്സിന് മടിയാണ് പ്രവർത്തിക്കാൻ. അത് സുഖമല്ലേ. ഈ വല്ലവരും ഭക്ഷണം ഇങ്ങനെ വായിക്കാത്ത കൊണ്ട് കൊടുക്കാമെങ്കിൽ നമുക്ക് വാ തുറന്നു കൊടുത്താൽ പോരെ. ഈ ചാർലി ചാപ്ലിൻ്റെ കാർട്ടൂൺസ് കണ്ടിട്ടില്ലേ? ഒരു മെഷീൻ ഉണ്ടാക്കി ചാർലി ചാപ്ലിൻ ഇങ്ങനെ കസേരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. മെഷീനുണ്ട്, കൈയും കാലും ഒക്കെ കെട്ടി വെച്ചിരിക്കും, കൈ ഉപയോഗിക്കേണ്ട. മെഷീൻ ഇങ്ങനെ പ്ലേറ്റ് വരും, എന്നിട്ട് ഒരു സാധനം വെച്ച് തട്ടി വെറുക്കുമ്പോൾ വായി ഇങ്ങനെ തുറന്നു കൊടുത്താൽ മതി, കഴിച്ചാൽ മതി. അങ്ങനെ ചെയ്തു തരാമെങ്കിൽ സുഖമാണ് നമുക്ക്. അതല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. എടുത്ത് ഭക്ഷിക്കുക. നിൻ്റെ മുമ്പിലെല്ലാം ഈ വേദപുസ്തകത്തിലില്ലാത്ത ഒരു സത്യവും ഇല്ല. ഉയരത്തിലുള്ളത് ചിന്തിക്കണം. അതേ ചിന്തിക്കത്തുള്ളെന്ന് നമ്മൾ പറഞ്ഞു. യേശു പറയുന്ന അല്ലാത്തൊന്നും ഞാൻ പറയത്തില്ലെന്ന് ചിന്തിക്കണം. അങ്ങനെ ആകുമ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് എൻ്റെ മുമ്പിലുള്ള ക്യാൻസർ മാറിയിരിക്കുന്നു. അപ്പം ദൈവം നമ്മളോട് പറയും, നീ എൻ്റെ പേര് പറഞ്ഞിട്ട് നിൻ്റെ വിശ്വാസം വലുത്, നിൻ്റെ ഇഷ്ടം പോലെ സംഭവിക്കട്ടെ. ഞാൻ എന്താ പറഞ്ഞത്? എനിക്ക് സൗഖ്യം തന്നിരിക്കും, എനിക്ക് വിടുതൽ. എൻ്റെ മക്കൾ യേശുവിനെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു, രക്ഷിക്കപ്പെട്ട ഗണത്തിൽ അവരുടെ പേരുള്ളത് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇതാണ് പുള്ളിങ് ഡൗൺ സ്ട്രോങ്. തിരശ്ശീല എത്ര നാളെ രണ്ടായിട്ട് മാറിയിരിക്കും. നമുക്കകത്ത് കയറി ചെന്ന് ദൈവത്തോട് വ്യക്തിപരമായിട്ട് സംസാരിക്കാനുള്ള അവസരം. കർത്താവിൻ്റെ ഉടുപ്പ് ഇടണം നമ്മൾ, മനസ്സിലായോ? നമ്മൾ കർത്താവിൻ്റെ വസ്ത്രം കൊണ്ട് ഉടുപ്പിച്ച് കഴിഞ്ഞെന്ന് ഈ അവിശ്വാസമെന്ന ദുഷ്ടഹൃദയം എബ്രായ ലേഖനം 3:12 കണ്ട. അതായത് അവിശ്വാസമെന്ന ദുഷ്ടഹൃദയത്തെ ദൈവം ശാസിച്ച് കഴിഞ്ഞിട്ട് എത്ര നാളായി. ഇനി അതും പറഞ്ഞുകൊണ്ടിരിക്കണ്ട, അതും പോയെന്ന്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ നമ്മുടെ കൂടെ നിൽക്കുകയാണ്, ആത്മാവിൽ നമ്മളെ നടത്തുകയാണ്. എബ്രായ ലേഖനം 3:12 പറയുന്നത് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകരുത്. മാറിപ്പോട്ടെ, എല്ലാ നെഗറ്റീവ് തോട്ട്സും മാറിയിട്ട് ഉത്തമമായത് മാത്രം ചിന്തിക്കുക. ഫിലിപ്പിയൻസ് 4:8. എൻ്റെ ഭവനത്തിന് ചുറ്റും അൻവേലി കെട്ടിയിരിക്കുന്നു, ഞാൻ ഒരു അത്ഭുതമായി മാറിയിരിക്കുന്നു. പ്രാർത്ഥിക്കും. നാഥൻ്റെ സ്നേഹത്തിൻ്റെ മുൻപിൽ ഒന്നും പറയാനില്ല, സ്വീകരിച്ചാൽ മതി. ഞങ്ങളുടെ ബലഹീന സ്വഭാവങ്ങളും പറയാൻ വയ്യാത്ത ഭാരങ്ങളും നിന്നിലേക്ക് മാത്രം തിരിച്ചു തരുന്നു. ഇത് പറയാൻ കൊള്ളത്തില്ല, മറ്റുള്ളവരുടെ മുമ്പ് വിളമ്പാൻ കൊള്ളത്തില്ല, അത് നിൻ്റെ കയ്യിലേക്ക് തിരിച്ചു. അങ്ങനെയാണല്ലോ നീ പറഞ്ഞത്, തന്നോളുക എൻ്റെ കയ്യിൽ, അതിനാ ഞാൻ വന്നതെന്ന്. ഞാൻ എന്നിൽ കൂടെ അല്ലാതെ അത് മാറത്തില്ല. എൻ്റെ കടബാധ്യതകൾ എനിക്ക് വഹിക്കാൻ വയ്യ. തലയ്ക്ക് മുകളിലൊരു വീടില്ല, അത് നിൻ്റെ മുമ്പിലേക്ക് തിരിച്ചു വരും. അപ്പച്ചനെ ഒരു കൊട്ടാരം പണിത് തരാൻ മതിയായവന്. അപ്പച്ചൻ എൻ്റെ കൈ കൊണ്ട് എന്നെ മറച്ചിരിക്കുന്നതിനാൽ തക്ക സമയത്ത് എൻ്റെ ഭവനം കണ്ണിൻ്റെ മുമ്പിൽ വരും. മക്കളുടെ പഠിത്തം നീ ഏറ്റെടുത്തിരിക്കും. എൻ്റെ കുടുംബജീവിതം നിൻ്റെ കരങ്ങളിലാണ്. നീ അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. ഓരോ ദിവസവും എവിടെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ച ദൈവം
കർത്താവേ, ഞങ്ങൾ നിന്നിലേക്ക് കടന്നു വന്ന് നിൻ്റെ ശബ്ദം കേട്ടിട്ട് അന്നന്ന് ചെയ്യേണ്ടത് മാത്രം, അത് ഒത്തിരി പാടുള്ളതൊന്നുമല്ല, അന്നന്ന് അങ്ങനെ പല ദിവസം നിനി പറയുന്നത് കേൾക്കുമ്പോൾ അതൊരു ഹാബിറ്റായി മാറും. അങ്ങനെയാണല്ലോ സമൂവേൽ ഏറ്റവും നല്ല പ്രവാചകനായിട്ട് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഹിയർ ഐ ആം ലോർഡ്, സ്പീക്ക് ടു മീ. അതും പഴയ നിയമത്തിലായിരുന്നു. കർത്താവേ എന്നോട് സംസാരിക്കുന്ന. പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാ നമ്മുടെ ഉള്ളിലാണ്, എന്നിട്ട് കേൾക്കാതിരിക്കുന്നത്. പരിശുദ്ധാത്മാനെ വ്യസനിപ്പിക്കുന്ന എല്ലാം ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മുള്ളും പുറക്കാരെയും കമ്പും കോലും എല്ലാം എടുത്ത് ദൂരെ കളഞ്ഞേച്ച് ദൈവശബ്ദം വ്യക്തമായിട്ട് കേട്ട് ചെറിയ കാര്യത്തിൽ വിശ്വസ്തത കാണിച്ച് മുൻപോട്ട് പോയി. അങ്ങനെ വൻ കാര്യങ്ങളിലും വിശ്വസ്തത പാലിക്കാൻ നീ പഠിപ്പിക്കുന്ന സ്നേഹത്തിന് നന്ദിയോടെ സ്തോത്രം. ആത്മാവിൻ്റെ തീഷ്ണതയിൽ പറയുന്നത്, ഞങ്ങളുടെ നാവിന്മേലാണ് ജീവൻ ഇരിക്കുന്നത് എങ്കിൽ ഈ നാവ് ശരിയായിട്ട് ഉപയോഗിക്കാൻ പഠിപ്പിക്കണമേ. നാഥൻ അത് ചെയ്തിരിക്കുന്നതിനാൽ നന്ദി. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.